ഹായ് ഓൾ, സുന്ദര കാഴ്ചകളുമായി ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ സുന്ദരമായ താഴ്വാരങ്ങളിൽ ഒന്നായ ബെർട്ടക്സ് ഗാർഡനിലൂടെ ഞാൻ നടത്തിയ ഒരു യാത്രയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആൽപ്സ് പർവ്വതനിരയുടെ താഴ്വാരങ്ങളിൽ ഒന്നായ ബെർട്ടക്സ് ഗാർഡൻ ഓസ്ട്രിയ, ജർമ്മനി എന്നീ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി ഗ്രാമമാണ്. കേരളത്തിലെ മലമ്പ്രദേശങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കയറ്റങ്ങളും കുത്ത് ഇറക്കങ്ങളും പുഴകളും കാടുകളുമൊക്കെയായി ഉള്ള ഒരു സുന്ദര ഗ്രാമപ്രദേശം. മഞ്ഞുകാലത്ത് കടുത്ത മഞ്ഞുവീഴ്ച മൂലം ജനജീവിതം ദുസ്സഹമായ ഇവിടെ വേനൽക്കാലത്ത് സഞ്ചാരികളുടെ ഇഷ്ട സങ്കേതവുമാണ്. യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്ന ബിയർ പാർലറുകൾ ഏറെയുള്ള ഈ നാട്ടിൽ മറ്റ് നിരവധി സുന്ദര കാഴ്ചകളുമുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ ഏറെ നാശം വിതയ്ക്കാറുള്ള ഈ നാട്ടിൽ എല്ലായിടത്തും അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതി, ജലം, ഇന്റർനെറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ്. ബെർട്ടക്സ് ഗാർഡന് ചുറ്റുപാടുമുള്ള പ്രദേശം നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാൽ സമ്പന്നമാണ്. മലമ്പ്രദേശങ്ങളെ എങ്ങനെ വിനിയോഗിക്കാമെന്നും അവ ഇടിച്ചു നിരത്താതെ പ്രകൃതി സൗഹൃദമായി എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ അവിടെ റോഡുകൾ നിർമ്മിക്കാമെന്നും ഇവിടുത്തെ ഭരണകൂടം നമുക്ക് കാണിച്ചു തരുന്നു. പ്രകൃതി സൗഹൃദ വികസനം എന്താണ് എന്ന് നമ്മുടെ ഭരണാധികാരികൾ ഇവിടെ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ഒളിവിൽ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഹിറ്റ്ലറുടെ അവധിക്കാല വസതി ഇതിനു സമീപത്താണ്. ഇത് കൂടാതെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെ വേറെയുമുണ്ട്. ഈ മലമ്പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഗ്രാമമായി ഗവൺമെന്റ് വളർത്തിക്കൊണ്ടുപോകുന്നു. ഇവിടുത്തെ യൂറോപ്യൻ ശൈലിയിലുള്ള പുരാതന വീടുകൾ മറ്റൊരു കാഴ്ചയാണ്. ജർമ്മനിയും ഓസ്ട്രിയയും സഹോദര രാജ്യങ്ങളായി പ്രവർത്തിക്കുന്നതിനാൽ ഇവർക്കിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ആയതിനാൽ സഞ്ചാരികൾക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അനായാസം സഞ്ചരിക്കാൻ കഴിയുന്നു. ഇനിയും വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള ചെക്കിങ്ങുകൾ പോലും ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം.
ബെർട്ടക്സ് ഗാർഡൻ എന്ന ഈ ഗ്രാമം രണ്ട് രാജ്യങ്ങളുടെ സംഗമഭൂമി മാത്രമല്ല, രണ്ട് രാജ്യങ്ങളുടെ സാഹോദര്യത്തിന്റെ പ്രതീകം കൂടിയായി നിലകൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ തടാകങ്ങളിൽ ഒന്നായ ക്യോണിക്സെ തടാകം ഇവിടെ നിന്നും 11 കിലോമീറ്റർ അകലത്തിലാണ്. ഇത് സഞ്ചാരികൾക്ക് മറ്റൊരു കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. മഞ്ഞുകാലത്ത് ഈ താഴ്വാരങ്ങൾ മഞ്ഞു വീണ് സഞ്ചാരികൾക്ക് മറ്റൊരു ദൃശ്യാനുഭവം സമ്മാനിക്കുന്നു. ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന നിരവധി കാഴ്ചകൾ ഈ താഴ്വാരങ്ങളിലുണ്ട്. ഒരു സൈഡിൽ മാനം മുട്ടി നിൽക്കുന്ന മലകളും മറു സൈഡിൽ സുന്ദരമായ താഴ്വാരങ്ങളുമുള്ള ഈ പ്രദേശം സ്വിറ്റ്സർലൻഡിനോട് സമാനമാണ്. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എൻ്റെ ഈ യാത്രയിലെ സുന്ദരമായ ബാക്കി കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.